Hey everyone, so welcome back to another video. വളരെ ചെറിയൊരു വീഡിയോ. നിങ്ങളൊരു ഫ്രീലാൻസർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ക്ലയൻസിനെ കൊണ്ടുവരും, അല്ലെങ്കിൽ ക്ലയൻസിനെ കൊണ്ടുവരുന്ന ഒരു പ്രോപ്പർ മെത്തേഡ് ക്ലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വീഡിയോൻ്റെ ഹോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഞാൻ അറൗണ്ട് 3-4 ഇയേഴ്സോളം ഫ്രീലാൻസിങ് എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി ത്രൂ പല ക്ലയൻസിൻ്റെ കൂടെയും വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. ആ എക്സ്പീരിയൻസിൽ പല ആളുകളോടും സംസാരിച്ചിട്ടുള്ള എക്സ്പീരിയൻസിൽ അടിപൊളിയായിട്ട് ഫ്രീലാൻസിങ് ചെയ്യുന്ന ആളുകൾ എനിക്കറിയാം. അവരോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയതിൽ നിന്നുള്ള എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് ദാറ്റ് ഈസ് ഒരു അടിപൊളി ഫണൽ. ഈ ഫണൽ നിങ്ങൾ പ്രോപ്പർലി കോൺസെൻട്രേറ്റ് ചെയ്ത് കോൺഷ്യസ്ലി എഫേർട്സ് പുട്ട് ഇൻ ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രീലാൻസിങ് കരിയറിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രീലാൻസിങ് ജേണിയിലേക്ക് നിങ്ങൾക്ക് ക്ലയൻസിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെന്നുള്ളത് അഷ്യൂർഡാണ്. സോ ഈ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ പ്രോപ്പറായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ മോർ സച്ച് അടിപൊളിയായിട്ടുള്ള എക്സ്ക്ലൂസീവ് വാല്യൂ പാക്ഡ് കോണ്ടൻറ്റ്സ്. ആൻഡ് ആ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മേക്ക് ഷുവർ ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫ്രീലാൻസിങ്ങിൽ നമുക്ക് ക്ലയൻസിനെ കിട്ടുക എന്നുള്ളത് ഒരു അടിപൊളി പെയിൻ പോയിൻ്റ് ആണ്. ഞാൻ പറയും 3 ഫണലിൽ കൂടെ നിങ്ങൾ ക്ലയൻസിനെ കടത്തിവിടണം എന്നുള്ളത്. ആൻഡ് അതിനെ ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ LCC. ഏറ്റവും ടോപ്പ് ഓഫ് ദ ഫണലാണ് ലീഡ്, ദാറ്റ് ഈസ് L ഫോർ ലീഡ്. ആൻഡ് മിഡിൽ ഓഫ് ദ ഫണലാണ് കോൾസ്. ആൻഡ് ബോട്ടം ഓഫ് ദ ഫണൽ ഇസ് കൺവേർഷൻ. അതായത് നമുക്ക് വരുന്ന ലീഡ്സിനെ നമ്മൾ കോളിലേക്ക് കൊണ്ടുവരുന്നു, ദെൻ നമുക്ക് വന്ന കോൾസിൽ നിന്ന് നമ്മൾ കൺവേർഷനിലേക്ക് കൊണ്ടുവരുന്നു. ഇതിനെ നിങ്ങൾ 3 ബക്കറ്റായിട്ട് കണക്കാക്കിയാൽ മതി. ഏറ്റവും മുകളിലുള്ളതാണ് ലീഡ് ബക്കറ്റ്, അതിന് നേരെ താഴെയുള്ളതാണ് കോൾസ് ബക്കറ്റ്, അതിനും നേരെ താഴെയുള്ളതാണ് കൺവേർഷൻ ബക്കറ്റ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലീഡ് എന്നുള്ള ബക്കറ്റിലേക്ക് ഏറ്റവും മാക്സിമം ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് ആദ്യമായിട്ട് എന്താണ് ലീഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ് എന്ന് വിചാരിക്കാം. ഗ്രാഫിക് ഡിസൈനിങ് റിക്വയർമെൻറ്റിൽ എൻ്റെ അടുത്തേക്ക് വരുന്നവരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ലീഡ്സ് എന്നുള്ളത്. അതായത് എനിക്ക് ക്ലയൻ്റ് ആവാൻ പോസിബിലിറ്റീസ് ഉള്ള ആളുകളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ലീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പ് ഓഫ് ദ ബക്കറ്റ്, ദാറ്റ് ഈസ് ലീഡ്സ് എന്നുള്ള ബക്കറ്റിൽ നമുക്ക് എങ്ങനെയൊക്കെ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ആദ്യത്തെ മെത്തേഡാണ് ഫൈബർ, അപ്വർക്ക് പോലുള്ള ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസ്. അത് എത്രത്തോളം വർക്കിംഗ് ആണെന്ന് ചോദിച്ചാൽ സ്റ്റിൽ വർക്കിംഗ് ആണ്. നിങ്ങളതിനെ പ്രോപ്പർലി ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എത്ര കുറവാണെന്നുണ്ടെങ്കിലും ലീഡ്സ് വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതിലേക്ക് നിങ്ങൾ എഫേർട്സ് പുട്ടിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ലീഡ്സ് വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഒരു ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി ഫോർ ലീഡ് ജനറേഷൻ ഈസ് ഫൈബർ, അപ്വർക്ക് പോലുള്ള മാർക്കറ്റ് പ്ലേസസ്. സെക്കൻഡ് വൺ, ഇവൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഗ്രാഫിക് ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സിലേക്ക് ഞാൻ പോകുന്നു, അല്ലെങ്കിൽ ഓൺട്രപ്രനേഴ്സ് വരുന്ന, മാർക്കറ്റിംഗ് മാനേജേഴ്സ് വരുന്ന, അല്ലെങ്കിൽ ഞാനുമായി ഡയറക്റ്റ്ലി വർക്ക് ചെയ്യാൻ പോസിബിലിറ്റീസ് ഉള്ള ആളുകൾ വരുന്ന ഇവൻറ്റ്സുകളിലേക്ക് ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി അവിടെ എനിക്ക് ആളുകളുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയും, അത് സെപ്പറേറ്റ് ഒരു കാറ്റഗറിയാണ്, പക്ഷേ നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയും ഇവൻറ്റ്സ് എന്നുള്ളതൊരു ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് മാറുകയും ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഐ ഹോപ്പ് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളത്, ബിക്കോസ് ഞാൻ പോയിൻറ്റ്സ് വളരെ ക്രിസ്പായിട്ട് ഷാർപ്പായിട്ട് തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് വൺ, കമ്മ്യൂണിറ്റീസ്. ഫോർ എക്സാമ്പിൾ, ദ ഇകോം ഷോ എന്ന് പറയുന്ന ഒരു ഇ-കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്. റീസെൻ്റ്ലി അതിലൊരാൾ ചോദിച്ചു എനി ലിങ്ക്ഡിൻ എക്സ്പേർട്സ് ഹിയർ. അപ്പോൾ എനിക്ക് ഡയറക്റ്റ്ലി ഒരാൾ മെൻഷൻ ചെയ്തു, അച്ചാദ് മുഹമ്മദ്. ഞാൻ ആ കമ്മ്യൂണിറ്റീൻ്റെ പാർട്ടാണ്. ആ കമ്മ്യൂണിറ്റീൻ്റെ പാർട്ടായിരുന്നത് കൊണ്ട് മാത്രം, ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ പാർട്ടായിരുന്നത് കൊണ്ട് മാത്രം അവിടെ ഒരാൾ എൻക്വയറി വന്നപ്പോൾ 1000+ ആളുകളുടെ ഇടയിൽ ഞാൻ മെൻഷൻ ചെയ്യപ്പെട്ടു. അപ്പോൾ ആ 1000 ആളുകളോളം അല്ലെങ്കിൽ ആ മെസ്സേജ് കാണുന്നവർക്കൊക്കെ ആക്ച്വലി ഓക്കെ ലിങ്ക്ഡിൻ ഷാദ് എന്നുള്ളൊരു തോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യം പ്രൈമറിലി ലിങ്ക്ഡിൻ പോലുമല്ല, ഞാൻ റൺ ചെയ്യുന്നൊരു കമ്പനി ലിങ്ക്ഡിൻ ഫൗണ്ടർ ബ്രാൻഡിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ബ്ലൂലിൻ. നിങ്ങൾ ഉറപ്പായിട്ടത് ലിങ്ക്ഡിനിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ബ്ലൂലിന് വേണ്ടിയിട്ടാണ് ആ ഒരു മെൻഷൻ വന്നിട്ടുള്ളത്. സോ കമ്മ്യൂണിറ്റീസ് ഓഫ് കോഴ്സ് ഒരു ലീഡ് ജനറേഷൻ ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ലീഡ് ബക്കറ്റിലേക്ക് ആളുകളെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു പോസിബിലിറ്റിയാണ്.
ഫോർത്ത്, സോഷ്യൽ മീഡിയ. ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അവർക്കൊക്കെ ഒരുപാട് മെസ്സേജസ് വരാനുള്ള എൻക്വയറീസ് ആയിട്ട്, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ യൂട്യൂബ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലയൻ്റ് ആകാൻ പോസിബിലിറ്റീസ് ഉള്ള ആളുകൾ അത് കാണാൻ ഇടയാവുകയും, അല്ലെങ്കിൽ അത് കാണുന്നവരുടെ നെറ്റ്വർക്കിൽ നിങ്ങളുടെ ക്ലയൻ്റ് ആകാൻ പോസിബിലിറ്റീസ് ഉള്ളവരുണ്ടെങ്കിൽ അവിടേക്ക് എത്താനായിട്ടുള്ള പോസിബിലിറ്റീസും അൺലോക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണെങ്കിൽ ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജിയാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. സോ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കോണ്ടന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യുക, നിങ്ങളുടെ ജേർണി ഡോക്യുമെന്റ് ചെയ്യുക എന്നൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതൊരു ലീഡ് ബക്കറ്റിലേക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഒരു ഫൈനൽ പോയിന്റ് ആയിട്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ നെറ്റ്വർക്ക്. നിങ്ങളുടെ നെറ്റ്വർക്കിനെ ഞാൻ ഡിഫൈൻ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ചൊരു പെർസ്പെക്റ്റീവ് ഉള്ള ആൾക്കാർ, അതായത് എൻ്റെ നെറ്റ്വർക്കിലുള്ള ഒരാളാണ് എന്ന് ഞാൻ പറയാം, ആ ആൾക്ക് എന്നെക്കുറിച്ചൊരു ക്ലിയർ പെർസ്പെക്റ്റീവ് ഉണ്ട്. ഓക്കെ, ഷാദാണ്, ഷാദിൻ്റെ സ്കിൽ സെറ്റ്സ് ഇതൊക്കെയാണ്, ഷാദ് ഇതൊക്കെയാണ് ചെയ്യുന്നത്, ഷാദിന് ഇത് ഏൽപ്പിച്ചാൽ അടിപൊളിയായിട്ട് അവൻ ചെയ്യും, അല്ലെങ്കിൽ ഷാദിന് ഇന്ന സ്കിൽ സെറ്റ്സ് ഉണ്ട്, ഇന്ന ലൈക്ക് മേ ബി ഇത്രയാണ് ഷാദ് പ്രൈസിങ് ചെയ്യണത്. ഇതിനൊക്കെ കുറിച്ച് പെർസ്പെക്റ്റീവ് ഉള്ള ആൾക്കാർ എങ്ങനെ നമ്മൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യും? സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ഇവൻറ്റ്സ് വഴിയോ കമ്മ്യൂണിറ്റീസ് വഴിയോ ഒക്കെ നമുക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാലോ. നമ്മളെക്കുറിച്ച് പെർസ്പെക്റ്റീവ് ഉള്ള ആൾക്കാരെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാലോ. ആ നെറ്റ്വർക്ക് വഴി നമുക്ക് ലീഡ്സ് ആൻഡ് ക്ലയൻസ് വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഇല്ലേ? ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങളൊരു UK ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്ലയൻറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ക്ലയൻറ്റ് അത്യാവശ്യം ഹൈ പേയിങ് ആയിട്ടുള്ളൊരു ക്ലയൻറ്റാണ്. ആ ക്ലയൻറ്റ് ത്രൂ ഞങ്ങൾക്ക് മറ്റൊരു ക്ലയൻറ്റ് വന്നു. ആൻഡ് ഇതൊരു VC ആണ്, വെഞ്ചർ ക്യാപിറ്റൽ, ലാർജ് സ്കെയിൽ മോഡലിൽ ബിസിനസ് ചെയ്ത ഒരാളാണ്. ആളുടെ നെറ്റ്വർക്കും അത്രയും ഹ്യൂജാണ്. ആ നെറ്റ്വർക്കിൽ ഒരാൾ ഞങ്ങളുടെ സർവീസിലേക്ക് വന്നു. ഞങ്ങൾ ഒരു എമൗണ്ട് പോലും സ്പെൻഡ് ചെയ്തിട്ടുള്ള ഈ ലീഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരാൾക്ക് വേണ്ടി വർക്ക് ചെയ്ത സമയത്ത് ആ നെറ്റ്വർക്കിൽ ആ ആൾക്ക് ഞങ്ങളോട് കൃത്യമായൊരു പെർസ്പെക്റ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ ആ ആളുടെ നെറ്റ്വർക്കിലേക്ക് റെഫർ ചെയ്തു. അവർ വഴി ഞങ്ങൾക്കതൊരു ലീഡായിട്ട് മാറി, അല്ലെങ്കിൽ ഞങ്ങളുടെ ഏജൻസിക്ക് അതൊരു ലീഡായിട്ട് മാറി. അപ്പോൾ ലീഡ് ബക്കറ്റിലേക്ക് അടുത്തതായി നിങ്ങൾക്ക് കയറ്റാനുള്ള അല്ലെങ്കിൽ ആളുകളെ കൊണ്ടുവരാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് ദാറ്റ് ഈസ് നെറ്റ്വർക്ക്. അങ്ങനെ നമ്മൾ ലീഡിലേക്ക് കുറേ പേരെ കൊണ്ടുവന്നതായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു മാസം 100 ലീഡ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. സെക്കൻഡ് ഫണലാണ് അല്ലെങ്കിൽ മിഡിൽ ഓഫ് ദ ഫണലാണ്, ദാറ്റ് ഈസ് കോൾസ്. ഈ 100 പേരെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ 100 ആൾക്കാരും കോളിന് അല്ലെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റ് കോളോ അല്ലെങ്കിൽ ഒരു സൂം കോളിന് റെഡി ആയിക്കൊള്ളണം എന്നില്ല. മേ ബി ഒരു 80%, 90% ഒക്കെ കോൾസിലേക്ക് കൺവേർഷൻ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ 100 പേര് നിങ്ങൾക്ക് ലീഡായി വന്നാൽ 90 പേരായിട്ട് നിങ്ങൾ കോളിലിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ബിക്കോസ് ഡയറക്റ്റ് കോളിനേക്കാളും വാട്സാപ്പിനേക്കാളും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുക ഗൂഗിൾ മീറ്റ്, സൂം ഓർ ഇൻ പേഴ്സൺ മീറ്റിംഗ്. ഇതിൽ മൂന്നിലും ഏതെങ്കിലുമാണ്. ഇതിന് മൂന്നിനെയാണ് നിങ്ങൾ കോൾ എന്നുള്ള ഫണലായിട്ട് അല്ലെങ്കിൽ കോൾ എന്നുള്ള സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് വരുന്ന ലീഡിൽ ഒരു മേജർ പെർസെൻറ്റേജ് നിങ്ങൾ കോളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എങ്ങനെ കോളിലേക്ക് കൺവേർട്ട് ചെയ്യുക? ഹൈ, ഞങ്ങൾ ഇന്ന സർവീസാണ് കൊടുക്കുന്നത്, ഓക്കെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണത് എന്നുള്ളത് അവരോട് ചോദിക്കുക. അപ്പോൾ അവർ അതിൻ്റെ ഒരു ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതൊക്കെ വെച്ച് ഓക്കെ, ഐ തിങ്ക് വി ഹാവ് സം പൊട്ടൻഷ്യൽ കൊളാബറേഷൻസ് ദർ, നമുക്കൊരു മീറ്റിംഗ് വെച്ചാലോ, ഒരുമിച്ചൊന്ന് ഒരു 10 minutes ഇരുന്ന് കഴിഞ്ഞാൽ ഐ തിങ്ക് യു വിൽ ഗെറ്റ് മോർ ക്ലാരിറ്റി ഓൺ ദിസ് എന്നുള്ളൊരു സംഭവം നിങ്ങൾ അവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്കൊരു കോൾ ഷെഡ്യൂൾ ചെയ്യാം എന്ന് പറയാനായിട്ടുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അതാണ് ലീഡ്സ് ടു കോൾ. കോളിലേക്ക് വന്നാൽ യു ഹാവ് ടു ഡു സെയിൽസ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ അതാണ് പർച്ചേസ് ചെയ്യ് എന്ന് പറയുന്നത് മാത്രമല്ല, നിങ്ങളവിടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു, അവർക്ക് വാല്യൂ ഡെലിവർ ചെയ്യുന്നു. മേ ബി നിങ്ങളുമായിട്ട് നിങ്ങളുടെ സർവീസുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഏരിയ ആണെന്നുണ്ടെങ്കിൽ പോലും അക്കൗണ്ടിങ് ഞാൻ ഒരാളെ കണക്ട് ചെയ്ത് തരാം എന്ന് പറയുമ്പോൾ നമ്മളോടുള്ള ട്രസ്റ്റ് കൂടും. നമ്മൾ എത്രത്തോളം വാല്യൂ അങ്ങോട്ടേക്ക് ഡെലിവർ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ട്രസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ആളുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് ആ ട്രസ്റ്റ് ഗെയിൻ ചെയ്ത് അവരുടെ റിയൽ പ്രോബ്ലം മനസ്സിലാക്കി ആ പ്രോബ്ലത്തിൽ എവിടെയാണ് നമ്മൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഫോർ എക്സാമ്പിൾ, ഒരു ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈൻ ഇന്ന ഏരിയാസിൽ ഇമ്പ്രൂവ് ചെയ്താൽ അതിൽ ഇന്ന ഏരിയാസിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ആൻഡ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു പൊസിഷനിങ് ഉണ്ടായിരിക്കും. മേ ബി നിങ്ങളൊരു 2 year 3 year എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു 8 year എക്സ്പീരിയൻസ് ഉള്ള ആളുടെ പ്രൈസിങ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. സോ റൈറ്റ് ആയിട്ടുള്ളൊരു പ്രൈസിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് താഴെയുള്ള കൺവേർഷൻ എന്നുള്ള ബക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലീഡിൽ നിന്നും എത്ര പെർസെൻറ്റേജാണ് കോളിലേക്ക് എത്തുന്നത് ആൻഡ് കോൾ എത്തിയവരിൽ എത്ര പെർസെൻറ്റേജാണ് കൺവേർട്ട് ആക്കുന്നത്.
അതിൽ നിങ്ങൾ പ്രോപ്പർലി പെർസെൻറ്റേജ് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഫോർ എക്സാമ്പിൾ, ലാസ്റ്റ് മന്ത് നിങ്ങൾ 100 കോൾസിലേക്കാണ് എത്തിച്ചത്. ഈ 100 കോൾസിൽ 15 പേരാണ് കൺവേർട്ട് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കൺവേർഷൻ ബക്കറ്റിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ 15% ആണ് നിങ്ങളുടെ കൺവേർഷൻ റേറ്റ്. അപ്പോൾ അടുത്ത മന്ത് ഓർ അതിൻ്റെ അടുത്ത മന്ത് നിങ്ങൾക്ക് ഇങ്ങനെ 15% എന്നുള്ളത് 16%ലേക്ക് എത്തിക്കാം. എന്ത് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ വേണ്ടി പറ്റും? ഓർ 20%ലേക്ക് എത്തിക്കാം. എന്ത് മാറ്റങ്ങൾ വരുത്തിയാൽ എനിക്ക് 20%ലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും? ഇങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു ലീഡ് ടു കോൾ ടു കൺവേർഷൻ എന്നുള്ള ബക്കറ്റ് അല്ലെങ്കിൽ ഫണൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഒരു വീഡിയോ എഡിറ്റർ, ഒരു ഗ്രാഫിക് ഡിസൈനർ, ഒരു വെബ് ഡെവലപ്പർ ഓർ ഫ്രീലാൻസർ ആണ് എന്നുണ്ടെങ്കിൽ, ഫ്രീലാൻസിങ് ക്ലയൻസിനെ ഓൺബോർഡ് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ, ക്ലയൻസിനെ നിങ്ങളുടെ വർക്കിലേക്ക് ഓൺബോർഡ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കില്ലർ ഫണൽ സ്ട്രാറ്റജിയാണ് ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് വർക്കായിട്ടുള്ള ഒരു ഫണൽ സ്ട്രാറ്റജി കൂടെയാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടിൽ ദി എൻഡ് ആൻഡ് വിൽ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് വിൽ സീ യു ഇൻ അനദർ വീഡിയോ.